രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടിക്രമം, തെളിവ് നിയമം എന്നിവയ്ക്ക് പകരം ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവയാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ആദ്യ കേസ് ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്തു. തെരുവ് കച്ചവടക്കാരനെതിരെ ഡൽഹിയിലെ കമല മാർക്കറ്റ് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിനീത VG ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. വിനീത, പുതിയ ഈ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നിരിക്കുന്നു. പുതിയ ക്രിമിനൽ നിയമം അനുസരിച്ചുള്ള ആദ്യ കേസും ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി സൂചിപ്പിച്ചതുപോലെ ഈ പുതിയ നിയമം അനുസരിച്ചുകൊണ്ടുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഡൽഹിയിലുള്ള കമല പോലീസ് സ്റ്റേഷനാണ്. ഇവിടെയാണ് ഈ പുതിയ നിയമം അനുസരിച്ചുകൊണ്ടുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഈ ഓവർബ്രിഡ്ജിന് സമീപമായി തടസ്സം സൃഷ്ടിച്ചതിന് ഒരു തെരുവ് കച്ചവടക്കാരനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതായത് ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 285 പ്രകാരം FIR-ഉം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ FIR-ൽ പറയുന്ന വിവരങ്ങൾ പ്രധാന റോഡിന് സമീപം വണ്ടിയിൽ നിന്ന് പുകയിലയും വെള്ളവും ഇയാൾ വിൽക്കുന്നുണ്ടായിരുന്നു. ഈ കച്ചവടക്കാരന്റെ പേര് പങ്കജ് കുമാർ എന്നാണ്. ഇത് മറ്റുള്ള യാത്രക്കാർക്കും അവിടെ എത്തിയ നാട്ടുകാർക്കുമൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 285 പ്രകാരം ഈ കമല പോലീസ് ഈ കച്ചവടക്കാരനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഗോപി സൂചിപ്പിച്ചതുപോലെ രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ കൂടി നിലവിൽ വന്നിരിക്കുന്നു. IPC അടക്കമുള്ള 3 നിയമങ്ങൾ ഇതോടെ ചരിത്രത്തിന്റെ ഭാഗമായി. IPCക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിതയും CRPCക്ക് പകരമായി ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയും BNSS എന്ന അതിന് പകരമായി ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധിനിയമവും BSA അതും നിലവിൽ വന്നിട്ടുണ്ട്. ഈ പേരുകൾ ഇങ്ങനെ സംസ്കൃതത്തിലാകുന്നതിനൊപ്പം തന്നെ ഇതിലെ ചില വിവിധ വ്യവസ്ഥകളിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിലെ നടപടിക്രമങ്ങൾ അത് ഈ നിലവിലെ വ്യവസ്ഥ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 12-നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ ഈ നിയമത്തിന്റെ കരട് അവതരിപ്പിച്ചിരുന്നത്. ഒപ്പം ചില അപാകതകളൊക്കെ ഉണ്ടായിരുന്നു. ആ അപാകതകളൊക്കെ തന്നെ പരിഹരിച്ച് ഡിസംബർ 13-ന് ഇത് പുതുക്കി അവതരിപ്പിക്കുകയും ശേഷം ഡിസംബർ 25-ന് രാഷ്ട്രപതി ഇതിന് അംഗീകാരം നൽകുകയും ചെയ്തു. തുടർന്ന് ഇന്ന് ഈ നിയമങ്ങളൊക്കെ തന്നെ നിലവിൽ വന്നിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ഈ നിയമപ്രകാരം ചെറിയ കുറ്റങ്ങൾക്ക് പോലും വലിയ ശിക്ഷകൾ നൽകുന്ന അത്തരത്തിലേക്കുള്ളൊരു ക്രമീകരണമാണ് ഉള്ളത്. ഈ അപകീർത്തി കേസ് അത് 5000 രൂപയിൽ താഴെയുള്ള മോഷണ കേസ് തുടങ്ങി താരതമ്യേന ചെറിയ കുറ്റങ്ങൾക്ക് പോലും സാമൂഹിക സേവനം പോലെ പുതിയ ശിക്ഷകൾ അത്തരത്തിലേക്കുള്ള വലിയ ശിക്ഷകളൊക്കെയാണ് നിയമം അനുവർത്തിക്കുന്നത്. വർഗം, ജാതി, സമുദായം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് ജീവപര്യന്തമോ അല്ലെങ്കിൽ വധശിക്ഷയോ ഈ പുതിയ നിയമത്തിലെ ക്രമീകരണം വെച്ച് ലഭിച്ചേക്കാവുന്ന ശിക്ഷയാണ്. കുറ്റകൃത്യത്തിൽ ഇരയ്ക്ക് പ്രാമുഖ്യം നൽകുന്ന വ്യവസ്ഥകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇരയാകുന്നവർക്ക് അഭിപ്രായം വ്യക്തമാക്കുന്നതിനും ഒപ്പം തന്നെ വിവരം ലഭിക്കുന്നതിനും നഷ്ടപരിഹാരത്തിനുമുള്ള അർഹതയും അവകാശവും ഈ പുതിയ നിയമപ്രകാരം ലഭ്യമാക്കിയിട്ടുണ്ട്. ഒപ്പം എവിടെ നിന്നും പരാതി നൽകിയാൽ, അതായത് നമ്മൾ നേരത്തെയൊക്കെ പരാതി നൽകുമ്പോൾ ആ പരാതിക്കാരൻ എവിടെയാണോ അതിന് ആ പരാതിക്കാരന്റെ പരിസരത്തുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെയാണ് FIR രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിലും ഒരു മാറ്റം വന്നിട്ടുണ്ട്. എവിടെ നിന്നും പരാതി നൽകി FIR രജിസ്റ്റർ ചെയ്യാമെന്നാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. രാജ്യദ്രോഹ കുറ്റം ഒഴിവാക്കിയെങ്കിലും തത്തുല്യമായിട്ടുള്ളൊരു വ്യവസ്ഥ ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്നതും ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയും ഐക്യത്തെയും വെല്ലുവിളിക്കുന്നതും 152-ാം വകുപ്പ് പ്രകാരം കുറ്റകരവുമാക്കിയിട്ടുണ്ട്. എന്നിങ്ങനെയുള്ള പുതിയ വ്യവസ്ഥകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 3 നിയമങ്ങളാണ് ഇന്ന് നിലവിൽ വന്നിരിക്കുന്നത്. ഇത് പ്രകാരം ആദ്യ കേസ് ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസ് രജിസ്റ്റർ ചെയ്ത കമല പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഗോപി, ശരി. വിനീത VG ആണ് വിവരങ്ങൾ നൽകിയത്. പുതിയ ക്രിമിനൽ ചട്ടങ്ങൾ രാജ്യത്ത് നിലവിൽ വന്നിരിക്കുന്നു. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യ കേസ് ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഒരു തെരുവ് കച്ചവടക്കാരനെതിരെയാണ് ഡൽഹിയിലെ കമല മാർക്കറ്റ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. കമല മാർക്കറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നാണ് വിനീത VG വിവരങ്ങൾ നൽകിയത്.